ഇത് ആക്ച്വലി സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ളൊരു വീഡിയോ അല്ല, പേഴ്സണൽ ആയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ്. കാരണം ഈ ഇടയായിട്ട് എൻ്റെ സ്കിൻ കുറച്ച്, നിങ്ങൾക്കറിയാം, കുറച്ച് എന്താ പറയുക, സാഗി ആയിട്ടൊക്കെ ഇരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇച്ചിരി കറുപ്പ് കൂടുതലായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ഇത് എൻ്റെ പേഴ്സണൽ പ്രോബ്ലം കൊണ്ടാണ്. ഒന്ന്, എനിക്ക് പനി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ 3 months പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻസിയുടെ സമയത്തുള്ള പിഗ്മെൻറ്റേഷൻസ് ഡെഫിനറ്റ്ലി എൻ്റെ ഫേസിൽ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ എനിക്ക് പ്രോപ്പറായിട്ട് കുറേ നാളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ക്ഷീണം, ഉറക്കം, ഫേസ് വാഷ്, സൺസ്ക്രീൻ, ഡബിൾ ക്ലെൻസിങ്, ഇത്ര മോയ്സ്ചറൈസർ. ഇത് ലൈക്ക് ബേസിക്കലി ഫേസ് വാഷ്, സൺസ്ക്രീൻ മോർണിംഗിൽ, നൈറ്റിൽ ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെ കഴിഞ്ഞ് പോയി ഡബിൾ ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, ഇത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പിഗ്മെൻറ്റേഷൻ മാറ്റാനും എടുക്കാനും ഒന്നും ഉള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതാണ് ഫേസിൽ ഉണ്ടായിരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ ചേഞ്ചസ്. ഗ്രാജ്വലി എൻ്റെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നത്, ഫുൾ പ്രഗ്നൻസി ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഞാൻ സ്കിൻ കെയറും നോർമൽ റൊട്ടീനിലോട്ടൊക്കെ വന്നു തുടങ്ങി. അതാണ് അന്ന് ആ സ്കിന്നിനുണ്ടായ പ്രോബ്ലംസ് എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കൊണ്ട് ഉണ്ടായതല്ല. അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ ആണ് എൻ്റെ സ്കിന്നിനുണ്ടായ പ്രോബ്ലം എന്ന് വിശ്വസിക്കരുത്. ബോഡിയിലുണ്ടായ മറ്റുള്ള ചേഞ്ചസുകളാണ്. എന്തെങ്കിലും ഡോക്ടറിനെ കൺവേഴ്സ് ചെയ്ത് ഇതുപോലത്തെ സ്കിൻ കെയർ ആണ് ഏർപ്പെടുത്തിയിട്ട് ഫുൾ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.